MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഓട്ടടയാണ് ഉണ്ടാക്കുന്നത്. 4 മണി ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. പണ്ടൊക്കെ മിക്ക വീടുകളിലും ഇത് ഉണ്ടാക്കിയിരുന്നു. ആദ്യം നമുക്ക് കുറച്ച് ശർക്കര മെൽറ്റ് ചെയ്തെടുക്കാം. 100 ഗ്രാം ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളമൊഴിച്ച് മെൽറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ച് ഈ പാനിലേക്ക് ഒഴിക്കാം. ഇതിലെ വെള്ളമൊന്ന് വറ്റി വരണം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം. അട ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് വെള്ളം തിളപ്പിക്കാനായി വെക്കാം. ഈ ബൗളിലേക്ക് 1 കപ്പ് പൊടിയിട്ട് കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് വേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് തിളച്ച വെള്ളം ചേർക്കാം. ഇതിന് നല്ല ചൂടുണ്ട്. നമുക്കൊരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. കുറേശ്ശെ ചേർത്താൽ മതി. ഓരോ പൊടിക്കും വെള്ളത്തിൽ ചെറിയ മാറ്റങ്ങൾ വരാം. മിക്സ് ചെയ്ത് നോക്കിയിട്ട് പാകത്തിന് ചേർത്താൽ മതി. ഞാൻ 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്തു. ചെറുതായി ചൂടാറി വരുമ്പോൾ കൈകൊണ്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴക്കണം. കുറച്ച് ലൂസായ പരുവത്തിൽ വേണം കുഴക്കാൻ. ഇപ്പോൾ ഇത് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഈ വാഴയിലയിൽ വെച്ച് പരത്താം. കനം കുറച്ചത് പരത്തി കൊടുക്കണം. ഇനി ഇതിൻ്റെ ഒരു സൈഡിലേക്ക് തേങ്ങാ മിക്സ് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എല്ലാ അടയും നമുക്കിതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇത് ചുട്ടെടുക്കണം. ഈ പാൻ ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ചും മറിച്ചും വിട്ട് ഇത് വേവിച്ചെടുക്കണം. തീ കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. 20-25 മിനിറ്റൊക്കെ എടുക്കും ഇത് റെഡിയായി കിട്ടാൻ. ചെറിയ തീയിലിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ ഓട്ടട തയ്യാറായി. വളരെ ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. നമ്മൾ ആവിയേറ്റിയെടുക്കുന്ന അടയേക്കാളും നല്ല ടേസ്റ്റാണ് ഇതിന്. പണ്ടൊക്കെ മിക്ക വീടുകളിലും ഇത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്